ഗവർണർ വീണ്ടും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇപ്പോൾ നയപ്രഖ്യാപനത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഗവർണർ നടത്തിയെങ്കിൽ പോലും പിന്നീട് ഗവർണർ പറയുന്ന പല കാര്യങ്ങളും പിണറായിയുടെ കിളി പറക്കുന്ന അവസ്ഥയിലേക്കാണ്. അതായത് വെറുതെ ഇരിക്കുകയല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എന്നാണ് ഗവർണർ പറയുന്നത്. സത്യത്തിൽ ഇത് പിണറായിക്ക് കൂടിയുള്ള ഒരു കൊട്ടാണ്. അകത്തിരുന്ന് ഭരിച്ചാൽ മാത്രം പോരാ, ജനങ്ങൾ അനുഭവിക്കുന്നത് കൂടി ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി കാണണം എന്നുള്ള ഒരു പറയാതെ പറച്ചിൽ കൂടി അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയും വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഇതൊരു മറ്റൊരു ഗവർണറുടെ എഴുത്തിൻ്റെ സുവർണ ജയന്തി ആഘോഷങ്ങൾക്കിടയിലാണ് പുതിയ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇത്തരത്തിലൊരു കാര്യം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ ഗവർണർമാർ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇങ്ങനെയൊരു സംഭവം പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നായിരുന്നു ചോദ്യം. അതിൽ തന്നെ ധന്യ പറഞ്ഞതുപോലെ അത് പിണറായിക്കെതിരെയും കേരളത്തിലെ ഭരണകൂടങ്ങൾക്കെതിരെയും, കേരളത്തിലെ ഭരണനിലയല്ല മൊത്തത്തിലുള്ള ഭരണാധികാരികൾക്കും ഭരണകൂടങ്ങൾക്കും ഒക്കെയുള്ള ഒരു സന്ദേശമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശ്രീധരൻപിള്ളയുടെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണറായിരിക്കുന്ന മുൻ മിസോറാം ഗവർണറായ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി എസ് ശ്രീധരൻപിള്ള സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം ചെങ്ങന്നൂരുകാരനാണ്. അറിയാമെന്ന് എനിക്കറിയില്ല. ചെങ്ങന്നൂരാണ് സ്വന്തം സ്ഥലം അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം കോഴിക്കോടായിരുന്നു. കോഴിക്കോട്ടെ വക്കീൽ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ജീവിച്ച് അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരേപോലെ കാണാൻ, ഒരുപോലെ ബഹുമാനിക്കുന്ന, ഒരുപോലെ എന്താണ് ഒരു പൊളിറ്റിക്കൽ നേതാവിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ബന്ധം പി എസ് ശ്രീധരൻപിള്ളയുമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. പല BJP നേതാക്കന്മാരും പിന്നെ എന്താണ് ഇപ്പോൾ സമസ്തയുടെ നേതാക്കന്മാർ AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രാജഗോപാലിന് അത്തരത്തിൽ കുറച്ച് ചില എന്താണ് ബഹുമതികൾ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ ചില ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരാളാണ് പി എസ് ശ്രീധരൻപിള്ള. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് മനോഹരമായ എഴുത്താണ്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പൊളിറ്റിക്കലി തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരോടും ഒരുപോലെ നീങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുവർണ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറയുന്നത്, ജനങ്ങളുടെ ഹൃദയത്തോട് പറയുന്ന വ്യക്തിയാണ് ശ്രീധരൻപിള്ള എന്നും ലോക് ഭവനാണ് അദ്ദേഹത്തിൻ്റെതെന്നും ഒന്ന് പറയുന്നത്. ലോകം തന്നെയാണ് വീട് എന്ന് പറയുന്ന സിദ്ധാന്തം ഉണ്ടല്ലോ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ രാജ്ഭവനിൽ വരുന്നുണ്ട്, സൗഹൃദം പങ്കിടുന്നു, വ്യത്യസ്തമായ വിഷയങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി, വൈകാരികത തുടങ്ങിയവയെല്ലാം എഴുത്തിലൂടെ ആഘോഷിക്കപ്പെടുകയാണ്. ഭരണഘടന നിർദ്ദേശിക്കുന്ന ജീവിതം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാക്കാൻ ഗവർണർമാർ ശ്രമിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാന്തപുരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് തന്നെയാണ്. അതും കൂടെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാന്തപുരം പറയുന്നത്, ശ്രീധരൻപിള്ളയുടെ എഴുത്ത് മഹനീയമാണ്. BJP നേതാക്കളുമായി വേദി പങ്കിടുന്നതിനെ വിമർശിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരുമാണ്. രാജഗോപാൽ മർക്കസിൽ വന്നപ്പോൾ എന്തൊക്കെ കോലാഹലമാണ് ഉണ്ടായതെന്നും ശ്രീധരൻപിള്ളയുടെ പരിപാടിയിൽ താൻ പങ്കെടുത്തതിലും വിമർശനമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് 2-3 ദിവസം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു പരിപാടിയിൽ എനിക്ക് തോന്നുന്നു മേയറും അതുപോലെ തന്നെ മന്ത്രിയും അങ്ങനെയുള്ള പല ആളുകളും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. അവിടെ പി എസ് ശ്രീധരൻപിള്ള വന്നു. അതൊരു BJPയുടെ ചില ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു BJPയെ ബഹിഷ്കരിക്കുക എന്ന നിലയിലേക്ക് ഒരു പൊതുപരിപാടി ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ തീരുമാനിച്ചു. അപ്പോൾ അതിനെതിരെ കൊണ്ട് പി എസ് ശ്രീധരൻപിള്ള പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിങ്ങനെ പൊളിറ്റിക്കലി നിങ്ങളിങ്ങനെ ആളുകളെയൊക്കെ ഇങ്ങനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, രാഷ്ട്രപതി ഒക്കെ RSSകാരാണ് എന്നുള്ളത് നിങ്ങൾ കൂടെ മനസ്സിലാക്കുക. ഇവരൊക്കെ നിങ്ങളെ ബഹിഷ്കരിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ശ്രീധരൻപിള്ള പറഞ്ഞത്. വളരെ കൃത്യമായ മറുപടിയാണ്. നിങ്ങൾ ആരോടാണ് കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യുക. പൊളിറ്റിക്സിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങൾ, അതുപോലെ തന്നെ ഒരു വലിയ ചടങ്ങ്, പൊതുപരിപാടികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇടം കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത്, പല പുസ്തകോത്സവങ്ങളിലും നമുക്ക് BJPയുടെ പ്രതിനിധികളെ കാണാൻ കഴിയുമായിരുന്നില്ല. ഏകപക്ഷീയമായിട്ടാണ് പല ചർച്ചകളും നടത്തുക. പക്ഷേ ഇപ്പം മാറി. ഇപ്പം പല ആളുകളെയും അവർ വിളിച്ചു തുടങ്ങി. കാരണം ഇങ്ങനെ പോയാൽ നടക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് വിശ്വനാഥ് അർലേക്കർ പറയുന്നത്, ശ്രീധരൻപിള്ളയുടെ മഹത്വത്തെ പറ്റിയും അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം പറയുകയാണ്. എനിക്ക് തോന്നുന്നു ശ്രീധരൻപിള്ളയുടെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന അർലേക്കർ ഒരുപക്ഷെ ആ രീതിയിലൊരു മാനസികാവസ്ഥയുള്ള ആൾ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാണാൻ കഴിയാവുന്ന രീതിയിലേക്ക്, എളുപ്പത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ പോകും
എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ പരമ്പരാഗതമായ കലാകാരന്മാർ, കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാം അദ്ദേഹം പഠിക്കുന്നുണ്ട്. അദ്ദേഹം പല ആളുകളുമായി ബന്ധപ്പെട്ട് ബന്ധം, എനിക്ക് തോന്നുന്നു ഒരു വരുന്ന ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള പല പ്രമുഖരെയും അദ്ദേഹം സന്ദർശിക്കും, പല സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഒരു മികച്ച ഒരു നല്ല ഗവർണറായി മാറാൻ, അതെ, ഇന്ത്യയിൽ ജനാധിപത്യപരമായ ഒരു ഗവർണർ ആയി മാറാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. 2 തരത്തിലാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനം ഈ പറയുന്ന നയപ്രഖ്യാപനത്തിൽ വന്നപ്പോൾ അത് ഗവർണർ വായിച്ചിരുന്നു. അത് ഗവർണർ വായിക്കില്ല എന്നതായിരുന്നു പുറത്ത് ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഗവർണർ വായിക്കില്ല എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അത് വായിച്ചു. അവിടെയാണ് അദ്ദേഹം വേറിട്ട് നിൽക്കുന്നത്. അതെ, അത് വേറൊരു കാര്യമാണ്. അത് 2 തരത്തിൽ തന്നെ പറയാം. അതായത് ഒന്ന്, വൻ വിമർശനങ്ങൾ വന്നു. എന്തിനാണ് ഗവർണർ ഇങ്ങനെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വായിക്കേണ്ടുന്നത്? എന്ത് കാര്യത്തിനാണ്? രാഷ്ട്രപതിയാണ് നിയമിച്ചത്. ഇവിടുത്തെ സർക്കാരുകൾക്ക് BJPയോട് പക തീർക്കാൻ വേണ്ടി മാത്രം എഴുതി വെക്കുന്ന ഒരു സാധനത്തെ നിങ്ങൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? അതും ആര് നിയമിച്ച, RSSകാരനായിരുന്ന BJP നിയമിച്ച ഗവർണർ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒരു ഭാഗത്ത് വിമർശനം ഉയരുമ്പോൾ, മറുഭാഗത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഗവർണർ. ഒരു ഗവർണറുടെ പദവി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നയപ്രഖ്യാപനം അതുപോലെ വായിക്കുക. തനിക്കതിൽ തനിക്കതിൽ വിപരീത അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും താൻ അത് ചെയ്യുന്ന തൻ്റെ കടമ താൻ നിറവേറ്റുക എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ആദ്യം മുതൽക്ക് തന്നെ തൻ്റെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ തൻ്റെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ വിമർശിക്കാതിരുന്നില്ല അദ്ദേഹം എന്നുള്ളതാണ്. അത് വലിയൊരു ക്വാളിറ്റി ആയിട്ടും കൂടെ നമുക്ക് കാണാം, അല്ലേ? എൻ്റെ സ്വന്തം ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട്, പിണറായിയാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ CPMമാർക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല. ഇവിടുത്തെ അടിമകളായിട്ടുള്ള എഴുത്തുകാരുണ്ട്, അവർക്ക് വിമർശിക്കാൻ കഴിയില്ല. സാംസ്കാരിക നായകർ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് വിമർശിക്കാൻ കഴിയില്ല. ദ്വയാർത്ഥമൊന്നും അല്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാംസ്കാരിക നായകർ നായകർ എന്നാ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ വിമർശിക്കാൻ കഴിയില്ല. പക്ഷേ അതുപോലെയല്ല, ഗവർണർക്ക് വളരെ കൃത്യമായി ഗവർണർ കേന്ദ്രത്തിനെതിരെ കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ കേന്ദ്രത്തിനെതിരെ ഒരു വിമർശനവും ഈ പറയുന്ന നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. എന്താ അത് ഉൾപ്പെടുത്താഞ്ഞ്? വലിയ പരാമർശമായിരുന്നല്ലോ. അതായത് കേന്ദ്രമൊന്നും തന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതിയിൽ മൊത്തം പൊളിഞ്ഞ് വണ്ണാൻ തുടങ്ങി. അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഹൈക്കോടതി എടുത്തിട്ട് അലക്കി. ഇപ്പോൾ ഈ പറയുന്ന നയപ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വയനാട് പാക്കേജിന് കേരളമൊന്നും തരുന്നില്ല എന്നതായിരുന്നു ആ പിന്നെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് സത്യസന്ധമായി ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് പാക്കേജിന് കേന്ദ്രമൊന്നും തന്നില്ല എന്നൊരു വാക്ക് പോലും ഈ പറയുന്ന നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർലേക്കർ അത് വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അർലേക്കർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളും നയപ്രഖ്യാപനവും ഒക്കെ നടത്തി വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിച്ചു. ഒരു പ്രശ്നവുമില്ല, അവർ വളരെ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഇതൊരു മാക്സിമം അഡ്ജസ്റ്റബിൾ ആയി നിൽക്കുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കളി കളിച്ചാൽ ആർലേക്കർ ആരാണ് എന്നുള്ളത് നിങ്ങൾ അറിയും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.